പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമായിരുന്നു. പ്രൊഫസറാണ് ഞങ്ങൾക്ക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു തന്നത്. ഇഷ്ടപ്പെട്ടു, എടുത്തു അല്ലേ? ഇഷ്ടപ്പെട്ടു. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാർഡിയയിൽ നിന്നും കോറോ ഹെൽത്ത് കൊച്ചിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ആണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ആമിന. ഞാൻ BSc ബോട്ടണി ഗ്രാജുവേറ്റഡ് ആണ്. മെയ് മാസത്തിലാണ് ഞാൻ CPC എക്സാം എഴുതിയത്. അത് കഴിഞ്ഞ് കോറോ ഹെൽത്ത് കമ്പനി കൊച്ചിയിൽ പ്ലേസ്ഡ് ആവാൻ സാധിച്ചു. എൻ്റെ പേര് അഷ്മിയ. ഞാൻ BSc സോളജി ഗ്രാജുവേറ്റഡ് ആണ്. മെയ് മാസത്തിലാണ് ഞാൻ CPC കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ ഡ്രൈവിൽ, കോറോ ഹെൽത്ത് നടത്തിയ ഡ്രൈവിൽ സെലക്ട് ആയിട്ടുണ്ട്. എൻ്റെ പേര് നന്ദന. ഞാൻ BC സോളജി ഗ്രാജുവേറ്റ് ആണ്. ജൂൺ മാസത്തിലാണ് ഞാൻ CPC കംപ്ലീറ്റ് ചെയ്തത്. കോറോ ഹെൽത്ത് കമ്പനി റീസെൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത ഇന്റർവ്യൂവിൽ ഞാൻ സെലക്റ്റഡ് ആയി. ആമിന, എന്തുകൊണ്ട് മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്തു? എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് കാർഡിയയിലേക്ക് എത്തിപ്പെട്ടത്? ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമായിരുന്നു. ഏത് കോഴ്സാണ് ബെറ്റർ, പെട്ടെന്ന് പ്ലേസ്ഡ് ആവുന്ന കോഴ്സ് ഏതാണെന്ന് സെർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ അവസാനം മെഡിക്കൽ കോഡിംഗ് ഒരു 3 month കോഴ്സും അത് മാത്രമല്ല പ്ലേസ്ഡ് ആവാൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളതാണെന്ന് കണ്ടെത്തി. പിന്നെ കൂടുതൽ റിവ്യൂസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നോക്കി. അപ്പോൾ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ അത് പ്രിഫർ ചെയ്തു. അഷ്മി അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയാ കോഡിംഗിലേക്ക് എത്തിപ്പെട്ടത്? ഞാനും നന്ദനയും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ആ ടൈമിൽ പ്രൊഫസറാണ് ഞങ്ങൾക്ക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു തന്നതുകൊണ്ട് പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കാർഡിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി. നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഡിയയിലോട്ട് വന്നു. പിന്നെ അവിടെ ഡെമോ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് കാർഡിയെ തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു. ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടാണോ കാർഡിയയിൽ അഡ്മിഷൻ എടുക്കുന്നത്? അതെ, ഡെമോ ക്ലാസ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. ചൂസ് ചെയ്യണോ വേണ്ടതെന്ന്, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടു, എടുത്തു അല്ലേ? ഇഷ്ടപ്പെട്ടു. നന്ദനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മെഡിക്കൽ കോഡിംഗ് അഡ്മിഷൻ എടുത്തു ഫ്രണ്ടിനോടൊപ്പം. അത് കഴിഞ്ഞ് പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ? കുഴപ്പമില്ല. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, CPT ICD ഒക്കെ. പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിക്കാനൊക്കെ പറ്റി. CPC കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. ഓക്കെ. അഷ്മി, എങ്ങനെ ഉണ്ടായിരുന്നു CPC അറ്റൻഡ് ചെയ്തപ്പോ? ഒരുപാട് പേര് പറയുന്നുണ്ട് സമയം ഇത്രയും 4 മണിക്കൂർ എങ്ങനെ ഇരിക്കും, അങ്ങനെ തോന്നിയോ? ആദ്യം പേടിയുണ്ടായിരുന്നു, നല്ലപോലെ പേടിയുണ്ടായിരുന്നു. ഇവിടെ തന്നെ മോക്ക്, സെമി മോക്കൊക്കെ പ്രൊവൈഡ് ചെയ്തപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യും. ഫസ്റ്റ് ഒക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. പിന്നെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ CPCയും നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാനുള്ള ടൈമും കിട്ടിയായിരുന്നു. അപ്പൊ ആമിന, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ പാടായിരുന്നോ, എളുപ്പമായിരുന്നോ? എന്തൊക്കെ ഹെൽപ്പ് ഇവിടെ നിന്ന് കിട്ടി? ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. 2 റൗണ്ടായിട്ടാണ് വന്നത്, ടെക്നിക്കൽ ആൻഡ് അസസ്മെന്റ് റൗണ്ടിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പിന്നെ ടെക്നിക്കൽ റൗണ്ടിൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ മെയിൻ ആയിട്ട് അനാട്ടമി റിലേറ്റഡ് ആയിരുന്നു ചോദിച്ചത്. പിന്നെ ICD 5 കോഡ്സും അതിന്റെ ഡെഫിനിഷനും പറയാൻ പറഞ്ഞു. എളുപ്പമായിരുന്നു ഇന്റർവ്യൂ, കുഴപ്പമില്ലായിരുന്നു. നന്ദനയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇന്റർവ്യൂല്? പാടായിരുന്നോ അതോ? ഇന്റർവ്യൂ എളുപ്പമുണ്ടായിരുന്നു. ഇവിടെ മിസ്സുകാര് മോക്ക് ഇന്റർവ്യൂ ഒക്കെ തന്നത് കൊണ്ട് അത്ര ടെൻഷൻ ഒന്നും തോന്നിയിട്ടില്ല. ഏകദേശം സെയിം ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചിരുന്നത്. പിന്നെ ഇന്ന സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും എടുത്ത് ചോദിച്ചില്ല. ഇഷ്ടമുള്ള ഏതെങ്കിലും പറയാനാ ചോദിച്ചേ. പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ കുറച്ച് ഫ്രണ്ട്ലി ആയത് കൊണ്ട് തന്നെ അത്ര ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. 3 പേരും ഇപ്പൊ ഹാപ്പി ആയിരിക്കുമല്ലോ. ഡിഗ്രി കഴിഞ്ഞു, 3 മാസത്തെ കോഴ്സ് ചെയ്യുന്നു, CPC എഴുതിയെടുക്കുന്നു, അപ്പൊ തന്നെ ജോലി ആവുന്നു. വലിയ ലാഗ് ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല ഇതിന്റെ ഇടയിൽ. അപ്പൊ ഇതേപോലെ തന്നെ മുന്നോട്ടും പോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ മെഡിക്കൽ കോഡിംഗ് കരിയറിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇത്രയും ടൈം ചെലവാക്കി ഇവിടെ വന്നു, ഞങ്ങളുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു.